Hi, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ dy by dx equal to y minus x, y of 0 is equal to 2, find y of 0.1, y of 0.2 using Runge-Kutta method. ഈ മെത്തേഡിൽ സെക്കൻഡ് ഓർഡറിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് ഓർഡറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എക്സ് നോട്ട് ഇക്വൽ ടു 0 ചെയ്തു, y നോട്ട് ഇക്വൽ ടു 2, h ഇക്വൽ ടു 0.1. ഫസ്റ്റ് k1, k2, k3, k4 ഇവാലുവേറ്റ് ചെയ്യുക യൂസിങ് ദ ഫോർമുല h into f of x naught y naught, k2 equal to h into f of x naught plus h by 2, y naught plus k1 by 2, 0.205 കിട്ടും. k3 ഇവാലുവേറ്റ് ചെയ്തു, 0.20525, k4 ചെയ്തു. നെക്സ്റ്റ് എന്ത് കാണുക? y1 കാണുക. h എന്തായിട്ട് ചൂസ് ചെയ്ത് 0.1. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് y of 0.2 ഉണ്ട്. അപ്പോൾ y of 0.2 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ y1ൽ എന്താണ് കിട്ടിയത് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ y2 ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, y2 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ y നോട്ട് എന്തായിട്ട് എടുക്കണം? എല്ലാ ഫോർമുലാസ് രീതിയിലേക്കും മാറ്റിയാൽ മതിയാവും. ദാറ്റ് ഈസ് y2 കാണുന്നത് y1 ഓൾറെഡി നമ്മൾ കണ്ടുവച്ചു. ഇനി h is equal to 0.1 ആണ്. അപ്പോൾ x2 is equal to x1 of 0.1. x1 plus h ആയിരുന്നു, that's equal to 0.2 ആണ്. ഓക്കെ, അപ്പോൾ k1 again k1 evaluate ചെയ്യുക. That is k1 is equal to h into f of x naught plus x naught y naught. ആക്ച്വലി ഇവിടെ x1 y1 കിട്ടിയിരിക്കുന്നത് അതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. x1 y1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ h എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു f of x1 y1 എന്ന് പറഞ്ഞാൽ y1 മൈനസ് x1, ദാറ്റ്സ് ഈക്വൽ ടു 0.1 ഇൻറ്റു y1 എത്രയാ? y1 is equal to 2.206 minus x1 0.1, that's equal to എത്ര കിട്ടി? 0.1 into 0.1 into ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.106 ആയിരിക്കും വരിക. ദാറ്റ്സ് ഈക്വൽ ടു 0.2106 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് k1 കിട്ടി. k2 ചെയ്യുന്നത് h into f of x naught plus h by 2, y naught plus k1 by 2. എന്ത് വരും ഇവിടെ? h into f of x1 plus h by 2, x1 plus h by 2, y1 plus with k1 by 2 ചെയ്യുക. That's equal to 0.1 into, that is f of x1 plus h by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 ഇവിടെ 0.1 ആണ്. 0.1 plus 0.1 by 2, 0.1 plus 0.05 വരും, കോമ y1 plus y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു വന്നത്? that's equal to 2.206. 2.206 plus k1 by 2. k1 by 2 is 0.2106 by 2. Okay, this is equal to k2 ല് ഞാൻ ഇവിടെ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് വെച്ചു. k2 is equal to h into f of x naught plus h by 2, y naught plus k1 by 2. ഇവിടെ x നോട്ടും y നോട്ടും എന്നുള്ളത് ഏറ്റവും മോഡിഫൈ ചെയ്ത വാല്യൂസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് x1 y1. അപ്പോൾ 0.1 ഇൻറ്റു എഫ് ഓഫ് 0.1 പ്ലസ് 0.05, ദാറ്റ് ഈസ് h by 2 ആണ്. ഇവിടെ y1 പ്ലസ് k1 by 2 ഇത് വാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ 0.21613 ആയിരിക്കും, അതായത് 0.15 ആയി. ഇവിടെ
ആഡ് ചെയ്തെടുക്കുക 2.3113 ആയി. അപ്പോൾ അത് y മൈനസ് എക്സ് ആണല്ലോ, എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് y മൈനസ് എക്സ്. അത് സബ്ട്രാക്ട് ചെയ്ത് 0.1 മൾട്ടിപ്ലൈ ചെയ്താൽ 0.21613 കിട്ടി. ഓക്കെ, ഇനി K3 ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ h ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എച്ച് ബൈ ടു വൈ വൺ പ്ലസ് കെ ടു ബൈ ടു വന്നു. അപ്പോൾ 0.1 ഇൻറ്റു that is x1 plus h by 2, that is x1 എത്രയാണ് 0.1 plus h by 2 0.05 ആഡ് ചെയ്തു 0.15 ആയി. y1 എന്നുള്ളത് 2.205 plus k2 by 2 നേരത്തെ കണ്ടതാണ് k2 by 2 2.314065 ആയി. റൈറ്റ്, ഇനി ഇത് സബ്ട്രാക്ട് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വാല്യൂ ഇസ് 0.216465 കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ K4 ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 0.1 ഇൻറ്റു ഇവിടെ എക്സ് നോട്ട് പ്ലസ് എന്തായിരുന്നു, എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എച്ച് വൈ വൺ പ്ലസ് K3 ആണ്. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് ആഡ് ചെയ്തപ്പോഴാണ് ഈ വാല്യൂ കിട്ടുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0.222240665 കിട്ടി. നെക്സ്റ്റ് y2 is equal to y1 plus 1 by 6 into k1 plus 2k2 plus 2k3 plus k4. 2.206 plus 1 by 6 into 0.216 plus 2 into 0.21613 plus 2 into 0.2164 plus 0.22224065. The answer is 2.422314. This is little bit different from the answer in the textbook. Okay, ഇതുവരെ കറക്റ്റ് ആണ്, ബാക്കിയുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ, ഇത് പ്രോബ്ലം അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. Problem is given by second question, that is dy by dx is equal to dy by dx is equal to 1 plus y square. Given that y of 0 equal to 0, find y of 0.2, y of 0.4, y of 0.6 by fourth order method. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താ, എഫ് ഓഫ് എക്സ് വൈ is equal to 1 plus y square. Right, x not equal to 0, y not equal to 0. x not equal to 0, y not equal to 0. നെക്സ്റ്റ് h equal to എന്തായിട്ട് എടുക്കുന്നത്, 0.2 ആയിട്ട് എടുക്കുക. നമുക്ക് എളുപ്പത്തിൽ ഏതാണോ ചെയ്യാൻ പറ്റുക ആ രീതി ചെയ്യുക, കാരണം 0.2, 0.4, 0.6 അതിൻ്റെ ഡിഫറൻസ് 0.2 ആണ്. അപ്പോൾ x1 equal to എന്ത് വരും, x നോട്ട് പ്ലസ് h, ദാറ്റ്സ് ഈക്വൽ ടു 0.2 കിട്ടി. ഇനി x2 എന്ത് കിട്ടും, 0.4 കിട്ടും. x3 is equal to 0.6 കിട്ടി. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യണം, ഫസ്റ്റ് ചെയ്തത് k1 equal to h of x naught comma y naught കാണണം. That's equal to 0.2 into, that's equal to 1 plus y naught square. That's equal to into 1, that's equal to 0.2. K2 ചെയ്യുമ്പോൾ h into f of എന്ത് വരും, x naught plus h by 2 y naught plus k1 by 2. That's equal to h into f of x naught is equal to 0, h by 2 is equal to 0.1, 0.1, y naught 0 ആണ്, k1 by 2 again 0.1 ആണ് വരിക. 0.1, k1 is equal to 0.2, k2 is equal to
which is equal to 0.2 into 1 plus y1 square, 0.1 square. എത്ര വരും? That is 0.2 into 1 plus 0.01. Implies 0.2 into 1.01. This implies 0.202 ആണ് ആൻസർ. നെക്സ്റ്റ് തേതില് K3 equal to എന്താണ് ഫോർമുല? h into f of x0 plus h by 2 y0 plus k2 by 2. That's equal to 0.2 into f of, that is 0.1, k2 ഇതാണ് വരിക, അപ്പോൾ 0.101 വരും, which implies 0.2 into 1 plus 0.101 square, which implies the answer is equal to 0.20204. 0.20204 ആണ് അവിടെ ആൻസർ കിട്ടുക. ഇനി K4 എന്തായിരിക്കും വരിക? K4 equal to h into f of x0 plus h y0 plus k3 വരും, which implies 0.2 into f of x0 plus h, that is f of 0.2, comma k3 is 0.20204, which implies 0.2 into 1 plus 0.20204 square. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.20816 കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? y1 equal to y0 plus 1/6 into k1 plus 2k2 plus 2k3 plus k4. എത്ര കിട്ടും? y0 0 plus 1/6 into k1 എത്രയാ? 0.2 plus 2 into k2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.404 വരും. ഇതെന്ത് വരും? 0.40408 വന്നു, പ്ലസ് 0.20816 കിട്ടും, which implies 0.2027. Okay, so y1 means that is y of 0.2 കിട്ടി. Next evaluate ചെയ്യേണ്ട y of 0.4 ആണ്. That implies that is y2. ഇത് y1 ആണ് actually, this is y1. അപ്പോൾ y2 എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ y2 കിട്ടേണ്ടതെല്ലാം നമ്മൾ y1 x1 ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ k1 equal to h into f of x0 y0 ആണല്ലോ ഇക്വേഷൻ. അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്ത വാല്യൂ, ദാറ്റ് ഈസ് h into f of x1 y1 ആണ് ചെയ്യേണ്ടത്. അതായത് x0 ഈക്വൽ ടു നമ്മൾ ചേഞ്ച് ചെയ്തു 0.2 ആയി, y0 ഈക്വൽ ടു 0.2027. ഇതാണ് വാല്യൂ. അപ്പോൾ k1 ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 0.2188 കിട്ടും. ഇതേപോലെ k2 ചെയ്യുകയാണെങ്കിൽ 0.21 0.2082, 0.2188. K3 is equal to 0.2195. K4 is equal to 0.2356. Next, ഇവിടുന്ന് ഏത് ഇവാലുവേറ്റ് ചെയ്യണം? That is y2. That's equal to y of 0.4. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.4228. Right? ഇതേപോലെ നമ്മൾ y3 ഇവാലുവേറ്റ് ചെയ്യണം. That is y of 0.6. That is equal to 0.684.